നമ്മളിപ്പോൾ റിനോവേഷനെ പറ്റി നമ്മൾ സംസാരിച്ചു, ഇപ്പം കോസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു പുതിയ വീട് വെക്കുകയാണ്. ഈ പുതിയ വീട് വെക്കുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റ് നമ്മൾ കൃത്യമായിട്ടും നമ്മൾ വിലയിരുത്തിയിട്ടാണ് നമ്മൾ വീട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങിന് ഇത്ര, നമ്മുടെ ഫൗണ്ടേഷൻ ഇത്ര, അല്ലെങ്കിൽ സിവിൽ വർക്കിന്, അങ്ങനെ ഓരോ രീതിയിലും തന്നെ നമ്മൾ ബഡ്ജറ്റ് നമ്മൾ കൃത്യമായിട്ടും പറയാറുണ്ട്. നമ്മൾ റിനോവേറ്റ് ചെയ്യുന്ന വീടിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ്, ഇപ്പോൾ ഒരു 50 lakhs ആണ് നമ്മൾ ബഡ്ജറ്റിന് വിട്ടേക്കുന്നതെങ്കിൽ ആ 50 lakhs നിർത്താൻ പറ്റുമോ? അതല്ലെങ്കിൽ അതിൽ കൂടി പോകുമോ? അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ബഡ്ജറ്റ് പ്ലാനിങ് നമ്മുടെ റിനോവേഷന് പറ്റുമോ? തീർച്ചയായിട്ടും രാജേഷ്, റിനോവേഷൻ പ്രൊജക്റ്റ് ആയാലും ന്യൂലി കൺസ്ട്രക്ഷൻ ആയാലും ബഡ്ജറ്റ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിനോവേഷൻ്റെ കേസിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകാറുണ്ട്. കാരണം കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ പുതിയതായിട്ട് വീട് പണിയുകയാണെങ്കിൽ ഒരു 10 to 20% അത് നമ്മൾ ലാസ്റ്റ്ലി ഈ ടൈലും സാനിറ്ററിയും ഒക്കെ CP ഫിറ്റിങ്സും ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴാണ് ഈ വേരിയേഷൻ എപ്പോഴും ഉണ്ടാകുന്നത്. സ്ട്രക്ചറൽ വേരിയേഷൻ ഉണ്ടാകുന്നതേ ഇല്ല. പിന്നീട് നമ്മുടെ സെലക്ഷൻ മാറിപ്പോവും. നമ്മളൊരു ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്യുമ്പം ഫോർ എക്സാമ്പിൾ 100 rupeesൻ്റെ വെട്ടിഫൈഡ് ടൈലാണെങ്കിൽ നമ്മൾ ഷോറൂമിൽ ചെന്ന് സെലക്ട് ചെയ്യാൻ പോകുമ്പം അത് നേരെ ഡബിൾ ആകാം. CP ഫിറ്റിങ്സും സാനിറ്ററി വെയറും ഇതേപോലെ തന്നെയാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മൾ ഒരിക്കലല്ലേ വീട് പണിയുന്നുള്ളൂ, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ഇത് സെലക്ട് ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ ബഡ്ജറ്റ് മാറി. പിന്നെ ഓരോന്നോരോന്ന് നമ്മുടെ ബഡ്ജറ്റ് മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന വീടാണെങ്കിൽ ഒരു 10 to 20% വേരിയേഷൻ ഉണ്ടാകാം. ചിലത് അതിലും മുകളിൽ പോകാറുണ്ട് കേട്ടോ. ഡിപ്പെൻഡ്സ് ഓൺ സെലക്ഷൻ, അല്ലാണ്ട് ഒരിക്കലും ബഡ്ജറ്റ് മാറില്ല. റിനോവേഷൻ്റെ കേസിൽ അൺപ്രഡിക്റ്റബിളായിട്ട് നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഡിമോളിഷിങ്ങിൻ്റെ ഏരിയ ആണ്. ഇതൊക്കെ നമ്മൾ ഈ സ്ട്രക്ചറിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ വേറെയാണ്. പക്ഷേ അത് ഡിമോളിഷ് ചെയ്ത് കഴിയുമ്പം ഹിഡൻ ആയിട്ട് പല കാര്യങ്ങളും നമുക്കവിടെ ഫേസ് ചെയ്യേണ്ടി വരും. ആ ഏരിയ നമ്മൾ വളരെ സെൻസിറ്റീവാണ്, നമ്മളത് സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അവിടെ നമുക്ക് അവരോട് തന്നെ നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എത്തുന്നത്. അവരോട് ഇങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കും, കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കും. ലേ ഔട്ടിൽ തന്നെ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇന്ന ഏരിയയാണ് നമ്മൾ ഡിമോളിഷ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് നമ്മൾ റീബിൽഡ് ചെയ്യുന്നത്. ഇവിടെ ഫൗണ്ടേഷന് കോളം ഫുട്ടിങ് എല്ലാം ഉണ്ട്. നമുക്കവിടെ അറിയാൻ പറ്റത്തില്ല കോളം എടുക്കുമ്പോൾ എത്ര ഡെപ്തിൽ പോകണം, ഒന്നും നമുക്ക് കാണുന്നില്ല. അതേസമയം പുതിയ വീടാണെങ്കിൽ നമുക്ക് സോയിൽ ടെസ്റ്റ് ഉണ്ട്. നമുക്ക് സോയിലിൻ്റെ കണ്ടീഷൻ അറിയുമ്പോൾ ഒരു ഓൾമോസ്റ്റ് നമുക്കറിയാം എത്ര ഡെപ്തിൽ പോകും, ഇതിവിടെ പൈലിംഗ് വേണോ, കോളം ഫുട്ടിങ് വേണോ, എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഫൗണ്ടേഷൻ്റെ സ്റ്റേജിൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ റിനോവേഷൻ്റെ സ്റ്റേജിലോട്ട് വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റത്തില്ല. ആ ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക് ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലാണ്ട് പോകുന്നത്. ബാക്കി എല്ലാം പുതിയ വീട് പോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ ഒരു ബഡ്ജറ്റ് ഫ്രെയിമിൽ നിർത്തി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് റിനോവേഷൻ പ്രൊജക്റ്റ്.